അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നലെ പ്രഭാതത്തിൽ ഞാൻ പത്രം നോക്കുക, സുപ്രഭാതം പത്രത്തിൽ ഈ ഫസ്റ്റ് പേജ് കണ്ടപ്പോൾ തന്നെ വല്ലാതെ വിഷമം തോന്നി. ഇതിലുള്ള ഈ 3 കുട്ടികൾ, ആ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന കുട്ടി ആത്തിഫാണ്. നടുവിലെ മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന കുട്ടി ബദ്രിനാഥാണ്. നീല വസ്ത്രം ധരിച്ച ഈ ടീഷർട്ട് ധരിച്ച കുട്ടി ആദിലാണ്. പക്ഷേ ഇതിലെ വാർത്ത വായിച്ചപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിട്ടോ. നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കൈ LP സ്കൂളിലെ 4ാം ക്ലാസ്സിൽ 12 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ബദ്രിനാഥിന്റെ സുഹൃത്തുക്കളായ സയാന്, ഇജാസ്, അസിൻ, അതേപ്രകാരം സനാമറിയം, റിദ, ആഷിന, റൈൻഷ എന്നീ 7 കുട്ടികൾ ഇന്ന് ഈ സ്കൂളിലേക്ക് ഇനി ഒരിക്കലും വരില്ല. അവർ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. മുണ്ടക്കയിലെ ഏറ്റവും വലിയ മഹാദുരന്തത്തിൽ കല്ലുകളുടെയും മരങ്ങളുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും മണ്ണിൻ്റെയും ചളീൻ്റെയും ഇടയിലെവിടെയോ അവർ ഒളിച്ചു. പലരെയും കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനിയും കിട്ടാത്ത എത്രയോ പേര് മണ്ണിൻ്റെ അടിയിലുണ്ട്. അല്ലാഹു തആല ഇത്രയും വലിയ ദുരന്തത്തെ തൊട്ട് നമ്മെയും നമ്മുടെ നാടിനെയും കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഈ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടത് ഇനി ബാക്കിയുള്ളത് 4 പെൺകുട്ടികളും ബദ്രിനാഥ് എന്ന് പറയപ്പെടുന്ന ഈ മഞ്ഞ ടീഷർട്ട് ധരിച്ച കുട്ടിയും മാത്രമാണ് സ്കൂളിലുള്ളത്. അപ്പൊ ഈ കുട്ടികളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കള്, ഫ്രണ്ട്സുകള് ഒക്കെ വെള്ളത്തിന്റെ അടിയിൽ, അവരൊക്കെ വെള്ളത്തിൽ പോയി, എന്നേക്കുമായി പോയി എന്നുള്ള വാർത്ത കേട്ടതോടെ ഈ മക്കളുടെ മനസ്സൊക്കെ വല്ലാതെ വിഷമത്തിലാണ്, ടെൻഷനിലാണ്. സ്കൂൾ തുറക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇവൻ മാത്രം വരുമ്പോൾ? അപ്പം മുമ്പ് ഈ സ്കൂളിൽ നിന്ന് പിന്നെ വീട് മാറിപ്പോയപ്പോൾ പോയ 2 കുട്ടികളാണ് ഈ സൈഡിൽ ഇരിക്കുന്ന 2 കുട്ടികൾ. വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന ആത്തിഫ്, നീല വസ്ത്രം ധരിച്ചിരിക്കുന്ന ആദിൽ. ഇവർ 2 പേരും മുമ്പ് നമ്മുടെ ബദ്രിനാഥിന്റെ പിന്നെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവര് ഇവന്റെ ക്ലാസ്സിലേക്ക് ഇനി ഇവനിക്കൊന്ന് കൂട്ടുകാരായി തിരിച്ചു വരികയാണ്. അവർ നിൽക്കുന്ന സ്കൂൾ ഏതായിരുന്നു? ആത്തിഫ് മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലേക്കും ആദിൽ വെള്ളാർമല സ്കൂളിലേക്കും മാറി താമസിച്ച കുട്ടികളായിരുന്നു. മാറി പോയ കുട്ടികളായിരുന്നു. വീടും പിന്നെ ജോലി ആവശ്യത്തൊക്കെ മാറിപ്പോവല്ലോ, അങ്ങനെ പോയത്. പക്ഷെ നമ്മളെ ബദ്രിനാഥ് ഒറ്റക്കായപ്പം ഇവന് കൂട്ടുകാരായി തിരിച്ചു വന്ന ഒരു സന്തോഷമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഏതായാലും ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സങ്കടകരമായ ഇത് നമുക്ക് തന്നെ കണ്ടിട്ട് വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന ആ മക്കളുടെ സങ്കടം എത്ര ആയിരിക്കൂലേ? വെള്ളാർമല സ്കൂളിൽ നിന്ന് 32 കുട്ടികളും മുണ്ടക്കൈ സ്കൂളിൽ നിന്ന് 11 കുട്ടികളും ഈ ദുരന്തത്തിൽപ്പെട്ട് ഇനി ഒരിക്കലും അവർ സ്കൂളിലേക്ക് തിരിച്ചു വരാത്ത വിധം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. 417-500 അടുത്ത ആളുകൾ മരണപ്പെട്ട മഹാദുരന്തം, വലിയൊരു ദുരന്തം, ദേശീയ ദുരന്തം തന്നെ. കാണാതായവർ ഇനി എത്ര കിട്ടാനുണ്ട്? വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരാൾക്കും അല്ലാഹു തആല ഇത്തരം ഒരു വിഷമം നൽകാതിരിക്കട്ടെ. അതിൽ അകപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല ഉഖ്റവിയായ ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ വളരെ സങ്കടകരമായ മറ്റൊരു കാഴ്ചയാണ്, കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കണ്ടില്ലേ, അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ആ മറ്റുള്ള കുട്ടികളൊക്കെ ആലോചിച്ചിട്ട് കാണാനിട്ട് അവരുടെ മുഖവും അവരുടെ വിഷമം, അവരുടെ കരച്ചിലൊക്കെ കണ്ടില്ലേ? വല്ലാത്തൊരു സങ്കടവും കുട്ടികളെ കരച്ചിൽ. അവരൊപ്പം സുഹൃത്തുക്കളായി ഒരു പൂമ്പാറ്റകളെ പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഇതേ ക്ലാസ്സിൽ ഉള്ളിച്ചാടി കളിച്ചിരുന്ന തലേന്ന് ദിവസം ഇന്നവരില്ല എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമത്തിനല്ലേ. അതേ പ്രകാരം തന്നെ മറ്റൊരു വല്ലാത്തൊരു വിഷമമാണ് നമ്മുടെ പ്രവാസിയായ നൗഫൽ. ഈ ദുരന്തത്തിൽ എല്ലാം പോയി എന്ന് കേട്ടപ്പം വന്നു നോക്കുമ്പം ബാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, 3 മക്കളുണ്ടായിന്, അവരും കാണാനില്ല. സഹോദരങ്ങൾ അടക്കം 11 പേരാണ് ഈ കുടുംബത്തിൽ നിന്ന് കാണാതെ പോയത്. മാത്രമല്ല വീടുമില്ല, പറമ്പില്ല, സ്ഥലമില്ല, ഒന്നായിട്ട് പോയി.
സഹിക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ആളുകൾക്ക് പോലും ഈ ഈ നൗഫൽ എന്ന് പറയുന്ന സഹോദരനെ, അവൻ്റെ വിഷമം അവനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം വല്ലാത്തൊരു ദുരന്തമായി. ഏതായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ഇത്തരം ഒരു ദുരന്തം ഇനി പടച്ച റബ്ബ് ആർക്കും നൽകാതിരിക്കട്ടെ. നമ്മുടെ മക്കളും കുടുംബവും നമ്മുടെ സ്വത്തും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു അവരുടെ ആത്മാക്കൾക്ക് ആത്മശാന്തി, ഉഖറവിയായ ലോകത്ത് ഷഹീദിൻ്റെ കൂലി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ ആരാമം നൽകി അള്ളാഹു അവരെ സന്തോഷിപ്പിക്കട്ടെ. ഈ ദുരന്തത്തിൽ അകപ്പെട്ട് ബാക്കിയുള്ള പലരും നഷ്ടപ്പെട്ട് വിഷമത്തിൽ കുടുംബം സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട ഹതഭാഗ്യരായി ഇനി കഴിയുന്നവർക്ക് അള്ളാഹു തല സമാധാനവും ജീവിതത്തിൽ ഒരു നല്ലൊരു ജീവിതം ഇനി അവർക്ക് ഭാവിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.